ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ഈ ചക്കകൾ ഇല്ലേതാ ചക്ക, നമ്മൾ വെറ്റിലൊക്കെ വറക്കില്ലേ, ചക്ക വെറ്റില്, അതേമാതിരിയുള്ള ചക്കയാണ് ഇത്. പഴുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചെനഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ചക്ക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇതാ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്, ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൊള്ളു വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പാത്രം കൊള്ളു ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചതാണ്, നല്ലതുപോലെ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചക്കയും ചക്കക്കുരുമായിട്ട് ഒന്ന് വേകാൻ വെക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാണ്ടോ കൊള്ളു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചക്കക്കുരു ഇടാം, കഴുകി വെച്ചതാണ്. നമുക്ക് എത്ര കഷ്ണം വേണം വെച്ചാൽ ചക്കക്കുരു വേണം വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒന്ന് വേകാൻ വയ്ക്കാം. കൊള്ളിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, നമുക്ക് ചക്കയ്ക്കും കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 1 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്, അത് കുറച്ച് തന്നെ ഉള്ളൂ, ആ കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിൽ വേകേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വേകാൻ വയ്ക്കാം. ഒരു വിസില് അല്ലെങ്കിൽ 2 വിസില് വെക്കാം. ചക്കക്കുരു കൊള്ളൊക്കെ ചക്ക വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാം. ഒരു 1/4 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, നന്നായി ചിരകി എടുക്കുക. അതിലൊന്നും ഇടണ്ട, ജീരകമൊക്കെ ഒന്നും ഇടണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ചതയ്ക്കുക പറഞ്ഞാൽ നല്ലോണം അരയണ്ട, കുറച്ച് അരഞ്ഞാൽ മതി. ചക്കക്കൂട്ടാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കയും ചക്കക്കുരു കൊള്ളൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ. ചക്ക സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇടേണ്ടത് മാങ്ങ. ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചനഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഒരു പുളിപ്പുണ്ടെങ്കിൽ സൂപ്പറായിട്ട്. ഇത് മാങ്ങ നന്നായിട്ട് പുളിപ്പൊന്നും ആയിട്ടില്ല. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് കത്തിച്ചു കൊടുക്കുക. മാങ്ങ നന്നായി വേകേണ്ടത് ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ തേങ്ങ ഇതാണ്ടില്ലേ, തേങ്ങ നമുക്ക് നല്ലോണം അരഞ്ഞിട്ടില്ല, അതാ ഒരു തരി ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇടയിൽ കറണ്ട് പോയ കാരണം വൈകിയതാ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കൂട്ടാൻ ചക്കപ്പുഴുക്ക് റെഡിയായി. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് താളിക്കൊന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, കുറച്ച് വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് കുറച്ച് കിണ്ണന്നാവും. അടിപൊളി ടേസ്റ്റായി. നല്ല ചക്ക കിട്ടിയപ്പോൾ ഞാൻ ചക്കക്കൂട്ടാൻ വെച്ചത്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എരിവ് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കണം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ച കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം.
ചക്കക്കൂട്ടാൻ റെഡിയായി. ചക്കപ്പുഴുക്ക് നമ്മൾ ഗുരുവായൂരിലൊക്കെ കാണില്ലേ, അതേമാതിരിയുള്ള ചക്കപ്പുഴുക്ക് സൂപ്പറായിട്ടുണ്ടാകും. കഞ്ഞിയുടെ കൂടെ കഴിക്കാം, മോരും ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് റെഡിയായി. ഇതിൻ്റെ കൂടെ കഞ്ഞിയാണ്, ഇന്ന് കഞ്ഞിയാണ് വെച്ചിരിക്കണം. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ചക്കക്കൂട്ടാനും കഞ്ഞി അടിപൊളി ടേസ്റ്റായി. കഞ്ഞിയുടെ കൂടെ ചക്കക്കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഞ്ഞിയുടെ കൂടെ കുറച്ച് മോരൊഴിച്ചിട്ട് കട്ട തൈര് ഒഴിക്കുക. നല്ല ചൂടൊന്നുമില്ല കേട്ടോ, ഞാൻ അറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുടുക്കനെ കഴിക്കാം. നമുക്ക് ഈ എന്താ പറയുക, പ്ലാവിൻ്റെ ഇല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. സൂപ്പറായി. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാൻ കൊള്ളുമൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.